ഫുട്ബോൾ പ്ലേയേഴ്സിന് ഒരു സെഷൻ തന്നെ എടുക്കേണ്ടതാണ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ദ റഫറി. അത് എല്ലാ പ്ലേയേഴ്സിനും തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ശരിക്കും അതൊരു നമ്മുടെ ആ ഒരു കളി തുടങ്ങുമ്പോൾ തന്നെ ഫുട്ബോളേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എങ്ങനെയാണ് നമ്മൾ റഫറിയോട് ബിഹേവ് ചെയ്യേണ്ടത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു 90 മിനിറ്റ്സ് മാച്ചിൽ ആ മാച്ചിലെ രാജാവ് ആരാണെന്ന് തീർച്ചയായിട്ടും റഫറിയാണ് ക്രൂഷ്യൽ ഡിസിഷൻ എല്ലാം എടുക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്ലേയേഴ്സ് ഇറിറ്റേറ്റ് ആയിട്ട് റഫറി എടുത്ത് നമ്മൾ അൺവാണ്ടഡ് കമൻസ് പാസ് ചെയ്യും, അല്ലെങ്കിൽ ചുമ്മാ ക്ലെയിം ചെയ്യും. ഇതെല്ലാം നമ്മുടെ ടീമിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും റഫറിയോട് കൃത്യമായിട്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ പെരുമാറാൻ പഠിക്കണം. ഇതെല്ലാം സ്പോർട്സ് മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ബിഹേവിയറാണ്. ഫുട്ബോളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. നമ്മൾ ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അപ്പോൾ നമ്മൾ റഫറിയുടെ ഡിസിഷൻസ് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് VAR ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസിഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് റഫറി ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് റൂളിൽ നമ്മൾ ക്യാപ്റ്റന് പോയി അപ്രോച്ച് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും റഫറിയോട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ഇത് പ്ലേയേഴ്സിന് പറഞ്ഞു തന്നെ കൊടുക്കണം. പ്ലേയേഴ്സ് മനസ്സിലാക്കണം റഫറി എടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. കാരണം എന്നാലേ നമുക്ക് ഫുട്ബോളിൽ ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇതെല്ലാവരും ടീം വർക്കാണ്. റഫറിയും പ്ലേയേഴ്സും എല്ലാം ചേരുന്നതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ തീർച്ചയായിട്ടും ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ റഫറി ഷുഡ് ബി പോസിറ്റീവ്, ഷുഡ് ബി അപ്രോച്ചബിൾ വൺ. അവർക്ക് ഗീവ് ആൻഡ് റെസ്പെക്ട് കൊടുക്കുക. എന്നാലേ നമ്മൾ ഫുട്ബോളിൽ ആ ഗെയിമിൽ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്പോർട്സ് മാൻഷിപ്പ് അപ്രൂവ് ചെയ്യാനായിട്ട് വരും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം. ഇറ്റ്സ് ബൈ ഫ്രം യുവർ കോച്ച് മനീഷ് റഷീദ്. താങ്ക് യു.